ഹലോ, അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വീഡിയോ എടുക്കുമ്പോൾ കറണ്ട് ഇല്ല, പിന്നെയാണെങ്കിൽ പുറത്ത് ഭയങ്കര മഴക്കാറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇരുട്ട് പോലെ ഇങ്ങനെ മങ്ങി നിൽക്കുന്നത്. പിന്നെ വീഡിയോ എടുത്ത് കഴിയാറായപ്പോഴത്തേക്കുമാണ് കറണ്ട് വന്നത്. അപ്പോൾ നമുക്കിന്നൊരു പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കാം കേട്ടോ. പിള്ളേർ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് ചായക്ക് വേണ്ടിയിട്ടാണ് പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ വറുത്തരച്ച് കറി വയ്ക്കുന്നത്. അപ്പോൾ ചിക്കൻ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം മേടിച്ച് ചിക്കനിൽ നിന്ന് കുറച്ച് എല്ലിൻ്റെ പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എല്ലിൻ്റെ പീസ് വെച്ചിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉരുളക്കിഴങ്ങും സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് ഞാൻ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. അടുത്തതായിട്ട് പത്തിരിക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ പത്തിരിക്ക് ഞാൻ 2 കപ്പ് അരിപ്പൊടി എടുത്ത് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഈ പത്തിരി എന്ന് പറയുന്നത് എനിക്ക് എപ്പോൾ ഉണ്ടാക്കിയാലും ശരിയാവില്ല കേട്ടോ. ഞാൻ പത്തിരി ഉണ്ടാക്കണതിൽ തോറ്റ് കിടക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും എനിക്ക് പത്തിരി ഉണ്ടാക്കുമ്പോൾ ശരിയാവാറില്ല. അത് അമ്മ പറഞ്ഞു തന്നിട്ടാണെങ്കിൽ കൂടിയും എനിക്കത് എപ്പോൾ ഉണ്ടാക്കിയാലും ശരിയാവില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കും, കാരണം എനിക്ക് പത്തിരി അത്രയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പത്തിരി ഇത്ര ഇഷ്ടമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചെറുപ്പത്തിലാണ് ഞങ്ങൾ പത്തിരിയും ഇറച്ചിയും കൂടി കഴിച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തുള്ളവർ പെരുന്നാളിന് ഞങ്ങൾക്ക് പത്തിരിയും കറിയും കൂടി കൊണ്ടുതരും. അന്നാണ് ഞങ്ങൾ ഈ പത്തിരി കഴിച്ചേക്കുന്നത്. ആ ഒരു ടേസ്റ്റ് ഞങ്ങളുടെ നാവിൽ നിന്ന് ഇന്നും പോയിട്ടില്ല കേട്ടോ. എവിടെ കണ്ടാലും എനിക്ക് പത്തിരി ഭയങ്കര കൊതിയാണ്. അപ്പോൾ എങ്ങനെയായാലും ശരിയായില്ലെങ്കിൽ കൂടി ഞാൻ പത്തിരി ഉണ്ടാക്കും. മാവ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി കുറുകാനുണ്ട്, വെള്ളം വറ്റാനുണ്ട്. അത് വറ്റി നന്നായിട്ട് കുറുകി കഴിയുമ്പോൾ അത് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി മാറ്റിയിരിക്കണം. അപ്പം ചൂടുണ്ട്, ഒരുവിധം ചൂട് സഹിച്ച് തന്നെയാണ് ഇതെടുത്ത് മാവെടുത്ത് കുഴച്ച് ഉരുട്ടി വയ്ക്കുന്നത്. അതിനുശേഷം ഞാനത് പരത്തിയെടുക്കണമെന്ന് വെച്ചാൽ പത്തിരി പ്രസ്സിൽ എനിക്ക് പരത്തി ശരിയാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയുടെ കവറ് 2ആയിട്ട് മുറിച്ചെടുത്തിട്ട് അത് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് അതിനകത്തേക്ക് ഓരോ ഉരുളകൾ വെച്ച് പത്തിരി പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്ത് എടുക്കുകയാണ്. ആദ്യം ശരിയായില്ല കേട്ടോ. പിന്നെ 2ാമത്തെ പ്രാവശ്യം ഉണ്ടാക്കി വന്നപ്പോഴാണ് പത്തിരി ശരിയായി കിട്ടിയത്. അപ്പോൾ നല്ല നൈസായിട്ട് പത്തിരി കിട്ടി. അപ്പോൾ സാധാരണ ഞാൻ പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തേങ്ങാപ്പാലിൽ മുക്കി വയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ തേങ്ങാപ്പാലൊന്നും മുക്കി വെച്ചില്ല, നല്ല നൈസായിരുന്നു. അപ്പോൾ പത്തിരി അവിടെ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് തന്നെ പിന്നെ ചിക്കനിലുള്ള തേങ്ങ വറുത്ത് എടുക്കുകയാണ്. അപ്പോൾ തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി വയ്ക്കാനായിട്ട്. അപ്പോൾ തേങ്ങ വറുത്ത് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള പത്തിരിയായിരുന്നു, നല്ല ചിക്കൻ കറി ആയിരുന്നു. പിള്ളേർ സ്കൂളിലോട്ട് വന്നപ്പോഴത്തേക്കും അവർക്ക് പത്തിരിയും ചിക്കൻ കറിയും കൊടുത്ത് ചിക്കനും പത്തിരി ഏത് വഴിക്ക് പോയെന്ന് കണ്ടില്ല കേട്ടോ. അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമായി, നല്ല ടേസ്റ്റായിരുന്നു, നല്ല നൈസായിട്ട് പത്തിരി കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.